പടരണമേ എന്നുള്ളത്തിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഹല്ലേലൂയ. നമുക്ക് വചനം വായിക്കാം. യോഹന്നാൻ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ള ആകും എന്ന് പറഞ്ഞു. യേശുവേ ഹല്ലേലൂയ. വായിച്ച വചനഭാഗത്താവേ ഹല്ലേലൂയ. അങ്ങ് കരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. അങ്ങ് ആത്മാബലത്തോടെ ഹല്ലേലൂയ വചനം പറയാവുന്ന ഒരുക്കണേന്ന് അപേക്ഷിക്കുന്നു. യേശുവേ ഹല്ലേലൂയ. ഞാനാവുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞു കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ ഓരോ മക്കളെയും കർത്താവ് വഴി നടത്തുന്നു. ഏത് മനുഷ്യനെ പ്രകാശിക്കാൻ തക്കവണ്ണം വെളിച്ചം തന്ന യേശുവേ ഹല്ലേലൂയ. ഞങ്ങളെ വഴി നടത്തുമ്പോഴും യേശുവേ ഹല്ലേലൂയ വീണ്ടും വീണ്ടും കർത്താവേ ഹല്ലേലൂയ ആ കർത്താവിന്റെ വഴിക്ക് നടക്കാതെ യേശു ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് കർത്താവേ ഹല്ലേലൂയ. എന്നാൽ യേശു ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞു പോയത് വചനം പറയുന്ന യേശു ഹല്ലേലൂയ. അതിന് വീഴ്ച ഞങ്ങളൊന്ന് പുതുക്കം പ്രാപിച്ചു ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു ഹല്ലേലൂയ അതോടൊപ്പം ബന്ധിച്ചിരിക്കുന്ന കൃഷ്ണന്റെ വീട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ നോക്കി ഒരു വിടുതൽ പ്രാപിച്ചു യേശു ഹല്ലേലൂയ. അവർക്ക് കർത്താവിന്റെ വെളിച്ചത്തിലായിത്തീരുവാൻ കർത്താവേ ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന വിധം യേശു ഹല്ലേലൂയ യേശുവാൻ യേശു തക്കവണ്ണം യേശു ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതെങ്കിൽ യേശു ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരുടെയും അവിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി യേശു ഹല്ലേലൂയ അങ്ങ് സന്നിധിയിൽ ആയിരിപ്പാനുള്ള കൃപ ഞങ്ങൾ ഓരോ മക്കളും തരണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. യേശുവേ ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ യേശു വീണ്ടും സംസാരിക്കുകയാവും. യേശുവേ ഹല്ലേലൂയ. നമുക്കറിയാം യേശുവേ ഹല്ലേലൂയ ഈ ലോകത്തെ ഇരുളായിരുന്ന ശൂന്യമായിരുന്ന പാഴ്ശൂന്യമായിരുന്ന യേശു ഹല്ലേലൂയ ഇരുളായിരുന്ന അവസ്ഥയിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന യേശു ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള എല്ലാം യേശുവെ സൃഷ്ടിച്ച ആ കർത്താവ് യേശുവേ ഹല്ലേലൂയ. യേശു അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും വഴി നടത്തിയ കർത്താവ് യേശുവേ ഹല്ലേലൂയ. സകല പ്രവാചകന്മാരെയും വഴി നടത്തിയ കർത്താവ് യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ആ ചെങ്കടലിനെ വിഭാഗിച്ച് യേശുവേ ഹല്ലേലൂയ ഇസ്രായേൽ ജനങ്ങളെ ഹല്ലേലൂയ യേശു വഴി നടത്തിയ കർത്താവ് യേശുവേ ഹല്ലേലൂയ. അതുപോലെ യേശുവേ ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണിച്ച് യേശു ഹല്ലേലൂയ അത്ഭുതങ്ങളെ എല്ലാം പുറത്താക്കി യേശു ഹല്ലേലൂയ രോഗസൗഖ്യം കൊടുത്ത കർത്താവ് യേശുവേ ഹല്ലേലൂയ. അതുപോലെ യേശു ജേസറ്റിയാലയത്തിലെ മക്കളെ യേശു ഹല്ലേലൂയ സിയോൻപുത്രിയിലൂടെ ആ കർത്താവ് ഇറങ്ങി വന്ന യേശു ഹല്ലേലൂയ ജീവൻ തന്ന ആ കർത്താവ് ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ആ കർത്താവാകുന്നു ആ യേശുവാകുന്നു ഹല്ലേലൂയ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. യേശുവേ ഹല്ലേലൂയ. യേശു പറയുന്നു ഹല്ലേലൂയ യേശു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിന്റെ മക്കളായി തീരും എന്ന് ഹല്ലേലൂയ കർത്താവ് പറയുന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് യേശുവേ ഹല്ലേലൂയ ഇരുളായിട്ട് നമ്മൾ നടക്കുവാനല്ല. യേശുവേ ഹല്ലേലൂയ ഇരുളിൽ നിന്ന് യേശു ഹല്ലേലൂയ ശൂന്യതയിൽ നിന്ന് യേശുവേ ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യേശുവേ ഹല്ലേലൂയ വീണ്ടും ആ ഇരുളിലേക്ക് പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവേ ഹല്ലേലൂയ നിങ്ങൾ ആ ഇരുളിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതായത് കർത്താവ് പറയുന്നു ഹല്ലേലൂയ നിങ്ങൾ പുതിയ സൃഷ്ടിയായി തീരണമെന്ന് യേശുവേ ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞു പോയി എന്ന് പറയുന്നു. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പഴയ അവസ്ഥകളൊക്കെയും ആ ഇരുളായ അവസ്ഥകളൊക്കെയും യേശുവേ ഹല്ലേലൂയ ഒന്ന് മാറ്റി വെച്ച് യേശുവേ ഹല്ലേലൂയ ഒരു പുതുക്കത്തിലേക്ക് വന്ന് യേശുവേ ഹല്ലേലൂയ ആ വെളിച്ചത്തിന്റെ മക്കളായി തീരുവാനാവുന്നു ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന. യേശുവേ ഹല്ലേലൂയ. ഇത് എവിടെയും കർത്താവ് പറയുന്നു. കർത്താവ് പിന്നെയും പറയാം കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പുറകെ നടക്കുന്നു. യേശുവേ ഹല്ലേലൂയ ഞാനാവുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ഹല്ലേലൂയ ആ വഴി നടത്തുമ്പോഴും യേശുവേ ഹല്ലേലൂയ നമ്മൾ ആ വഴിക്ക് നടക്കാത്തത് കൊണ്ട് യേശു ഹല്ലേലൂയ കർത്താവ് വീണ്ടും പറയുകയാണ് യേശു ഹല്ലേലൂയ നിങ്ങൾ ഇരുളിൽ നടക്കാതെ യേശു ഹല്ലേലൂയ എന്റെ അനുഗമിപ്പിൻ എന്ന് ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ നമ്മൾ എങ്ങനെയാവുന്നു അനുഗമിക്കുന്നത്? യേശു ഹല്ലേലൂയ കർത്താവ് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണം തന്നെയെന്ന് ഹല്ലേലൂയ കർത്താവ് പറയുന്നു. യേശു ഹല്ലേലൂയ. യേശു പറയുന്നു ഞാൻ നടന്നതുപോലെ ഹല്ലേലൂയ നിങ്ങളും നടപ്പിൻ യേശു ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം യേശു ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാവുന്നു യേശു ഹല്ലേലൂയ. അപ്പോൾ ആ ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മളിലേക്ക് ഹല്ലേലൂയ ആ വെളിച്ചം വരികയുള്ളൂ യേശുവേ ഹല്ലേലൂയ ആ ജീവൻ കടന്നു വരികയുള്ളൂ യേശു ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം യേശു ഹല്ലേലൂയ ജഡത്തിന്റെ മോഹം അനുസരിച്ച് ഹല്ലേലൂയ നമ്മൾ നടക്കുമ്പോൾ യേശുവേ ഹല്ലേലൂയ അത് മരണത്തിലേക്കാവുന്നു കൊണ്ടുപോകുന്നത് യേശുവേ ഹല്ലേലൂയ. എന്നാൽ യേശുവേ ഹല്ലേലൂയ കർത്താവ് പറയുന്നു ആത്മാവിന്റെ ഫലം യേശു ഹല്ലേലൂയ ആത്മാവിന്റെ ഒരു നിറവിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ആ ഒരു ജീവനെ ഹല്ലേലൂയ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ആ വെളിച്ചത്തിലേക്ക് വരുവാൻ ഹല്ലേലൂയ
നമുക്ക് പറ്റുകയുള്ളൂ. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ ആ വെളിച്ചത്തിന്റെ മക്കളായി കാണുവാനാവുന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവേ ഹല്ലേലൂയ. കർത്താവ് ഇവിടെ ഹല്ലേലൂയ ലോകത്ത് വന്ന് നടന്നതുപോലെ യേശുവേ ഹല്ലേലൂയ കർത്താവ് യേശു ഇവിടെ വന്ന് യേശുവേ ഹല്ലേലൂയ നടന്നത് എങ്ങനെയാവുന്നു? യേശുവേ ഹല്ലേലൂയ അനുനിമിഷം യേശുവേ ഹല്ലേലൂയ തന്റെ മുന്നിൽ വന്ന യേശു ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ കാര്യങ്ങളും ആ യേശുവേ ദുഷ്ടൻ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളെയും തള്ളി നീക്കി യേശുവേ ഹല്ലേലൂയ യേശു ആ വെളിച്ചത്തിലേക്ക് ഹല്ലേലൂയ കടന്നു വരികയാണ് ചെയ്തത്. യേശുവേ ഹല്ലേലൂയ വെളിച്ചത്തെ പ്രാപിച്ചെടുക്കുകയാണ് ചെയ്തത്. യേശുവേ ഹല്ലേലൂയ യേശു ഇവിടെ വന്ന് ഹല്ലേലൂയ വിവാഹം കഴിച്ച ഹല്ലേലൂയ മക്കളെ പോറ്റുക അല്ല ചെയ്തത്. യേശുവേ ഹല്ലേലൂയ അവിടെ യേശുവേ ഹല്ലേലൂയ അവരെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ വീണ്ടെടുക്കാൻ തക്കവണ്ണം ഇല്ലായിരുന്ന നമ്മളെ യേശു ഹല്ലേലൂയ വീണ്ടെടുത്ത് ആ നിത്യജീവിതത്തിലേക്ക് ഹല്ലേലൂയ നിത്യരാജ്യത്തിലേക്ക് ഹല്ലേലൂയ കടത്തുവാനാവുന്ന ഹല്ലേലൂയ കർത്താവ് ശ്രമിച്ചത്. യേശുവേ ഹല്ലേലൂയ ആ ഒരു വിശുദ്ധിയിലേക്ക് ഹല്ലേലൂയ വരുവാനാവുന്ന ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിച്ചത്. യേശുവേ ഹല്ലേലൂയ അല്ലാതെ യേശു ഹല്ലേലൂയ ജഡത്തിൻ്റെതായി ഓരോ പ്രവൃത്തികളും നമ്മൾ ഹല്ലേലൂയ യേശു വെച്ചുകൊണ്ട് യേശു ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ മുന്നോട്ട് പോയാൽ യേശു ഹല്ലേലൂയ അവിടെ മരണമാവുന്നു. യേശു ഹല്ലേലൂയ നമുക്കറിയാം യേശു ഹല്ലേലൂയ അത്രത്തോളം ശൂന്യമായിരുന്ന നമ്മളെ യേശു ഹല്ലേലൂയ നമ്മൾ ഓരോ വിധത്തിലും യേശു ഹല്ലേലൂയ പാഴ് ശൂന്യമായിരുന്ന മക്കളായിരുന്നു. യേശു ഹല്ലേലൂയ എൻ്റെ അവസ്ഥ തന്നെ അറിയാം. യേശു ഹല്ലേലൂയ ഇതുപോലെ നിന്ന് യേശു ധൈര്യമായിട്ട് ഹല്ലേലൂയ ഒരു വാക്ക് പറയാൻ പറ്റാത്ത യേശു ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ അത്രത്തോളം ഭയമുണ്ടായിരുന്ന എന്നെ ഹല്ലേലൂയ കർത്താവ് സിയോപുത്രനിലൂടെ പ്രവർത്തിച്ച യേശു ഹല്ലേലൂയ ഇത്രത്തോളം ധൈര്യം തന്ന യേശു ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന യേശു ഹല്ലേലൂയ അതുപോലെ കർത്താവ് തന്ന ആ സമാധാനം യേശു ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അത്രത്തോളം സമാധാനമില്ലാത്ത അവസ്ഥ യേശു ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ യേശു ഹല്ലേലൂയ അവിടെയൊക്കെയും കർത്താവ് ഹല്ലേലൂയ സിയോപുത്രനിലൂടെ തന്നെ ഹല്ലേലൂയ പ്രവർത്തിച്ച് യേശു ഹല്ലേലൂയ അത്രത്തോളം ആ ഇരുട്ടെല്ലാം മാറ്റി യേശു ഹല്ലേലൂയ വെളിച്ചം തന്നാവുന്ന എന്നെയും ഹല്ലേലൂയ എൻ്റെ ഭവനത്തെയും ഹല്ലേലൂയ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. യേശു ഹല്ലേലൂയ ഒരു സാക്ഷ്യം പറഞ്ഞുകൊള്ളട്ടെ. യേശു ഹല്ലേലൂയ ഞാൻ വരുന്നത് പാലായിൽ നിന്നാവുന്നു. യേശു ഹല്ലേലൂയ ഞങ്ങൾ ഇവിടെ 5 പേരുണ്ട്. കത്തോലിക്ക സഭ ആയിരുന്നു. ഹല്ലേലൂയ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 16 വർഷത്തോളം ആവുന്നു. യേശു ഹല്ലേലൂയ ആദ്യമൊക്കെയും യേശു ഹല്ലേലൂയ ഇവിടെ കടന്നു വരുവാനൊക്കെയും അത്രത്തോളം ബുദ്ധിമുട്ടും ഭാരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. യേശു ഹല്ലേലൂയ എങ്കിലും ആ യേശു ആ ചെങ്കടൽ വിവാഹിച്ച യേശു ഹല്ലേലൂയ കർത്താവ് യേശു വഴി നടത്തിയാവുന്ന ഇത്രത്തോളം ഹല്ലേലൂയ ആ വെളിച്ചം തന്നാവുന്ന ഹല്ലേലൂയ കർത്താവ് ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. യേശു ഹല്ലേലൂയ അപ്പോൾ യേശു ഹല്ലേലൂയ ഭവനത്തിലുണ്ടായിരുന്ന യേശു ഹല്ലേലൂയ ആ ശൂന്യത യേശു ഹല്ലേലൂയ എല്ലാം ഉണ്ട്. യേശു ഹല്ലേലൂയ ഒരു കുറവുമില്ല. എങ്കിലും യേശു ഹല്ലേലൂയ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. യേശു ഹല്ലേലൂയ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. യേശു ഹല്ലേലൂയ അതുപോലെ ഒന്നിനും യേശു ഹല്ലേലൂയ മുന്നോട്ട് നോക്കിയാൽ യേശു ഒരു പുരോഗതിയും ഇല്ലാതെ യേശു ഹല്ലേലൂയ ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരുന്ന യേശു ഞങ്ങളെ യേശു ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആ വെളിച്ചം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം കടന്നു വന്ന് ഹല്ലേലൂയ കർത്താവ് ഇവിടെ കൂട്ടി വരുത്തി. യേശു ഹല്ലേലൂയ കർത്താവ് സിയോപുത്രനിലൂടെ പ്രവർത്തിച്ചതിന്റെ ഫലമാകുന്നു. യേശു ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനം യേശു ഹല്ലേലൂയ ഇന്നിവിടെ ഉള്ളത്. യേശു ഹല്ലേലൂയ അത്രത്തോളം യേശു നാശത്തിലേക്ക് ഹല്ലേലൂയ കൊണ്ടുപോകുന്ന കാര്യം തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. യേശു ഹല്ലേലൂയ പുറമെ നോക്കുമ്പോൾ ഒന്നുമില്ല. എങ്കിലും യേശു ഹല്ലേലൂയ ഞങ്ങൾക്ക് 5 പേർക്കും ഓരോ വിധത്തിലും ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ആ മരുന്നൊക്കെയും ഹല്ലേലൂയ മാറി മാറി ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പനിയാണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന അവസ്ഥ ആ മരുന്ന് ആട്ടിടാതെ യേശു ഹല്ലേലൂയ യേശു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ ഇവിടെ വന്നുവെങ്കിൽ യേശു ഹല്ലേലൂയ ഇവിടുത്തെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് എണ്ണയും വെള്ളം ഉപയോഗിച്ച് ഹല്ലേലൂയ ഒരു വചനം അയച്ച് ഹല്ലേലൂയ സൗഖ്യം തന്ന യേശു ഹല്ലേലൂയ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നു. യേശു ഹല്ലേലൂയ അപ്പോൾ കൂടെ ഉണ്ടാവുന്ന യേശു ഹല്ലേലൂയ അസുഖങ്ങളൊക്കെ മാറിയ അവസ്ഥ യേശു ഹല്ലേലൂയ അപ്പോൾ യേശു ഹല്ലേലൂയ കർത്താവ് അത്രത്തോളം പാഴ്ശൂന്യമായിരുന്നു ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതം. യേശു ഹല്ലേലൂയ എങ്കിൽ യേശു ആ പാഴ്ശൂന്യമാക്കി കളയുന്നത് ആരാവുന്നു? യേശു ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ദുഷ്ടൻ തന്നെയാവുന്നു. യേശു ഹല്ലേലൂയ അപ്പോൾ ഈ കർത്താവ് ഒരിക്കലും നമുക്ക് കഷ്ടം വരുത്തുന്നില്ല. യേശു ഹല്ലേലൂയ നമുക്ക് ഇന്ന് കഷ്ടം വരുന്നുണ്ടെങ്കിൽ രോഗം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനക്കേട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ യേശു ഹല്ലേലൂയ നമുക്ക് ഇന്ന് യേശു ഹല്ലേലൂയ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ യേശു ഹല്ലേലൂയ അതൊക്കെയും യേശു ഹല്ലേലൂയ നമ്മുടെ കുറവുണ്ട്. നമ്മുടെ പിതാക്കന്മാരായി ഹല്ലേലൂയ ചെയ്തു പോയ യേശു അകൃത്യത്തിന്റെ ഫലമാവുന്നു ഹല്ലേലൂയ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു സത്യം യേശു ഹല്ലേലൂയ സിയോപുത്രനിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നു. യേശു ഹല്ലേലൂയ ഈ ലോകത്ത് ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുന്നത് യേശു ഹല്ലേലൂയ നമുക്കൊരു കുറവുണ്ടെങ്കിൽ യേശു ഹല്ലേലൂയ അത് നമ്മുടെ കുറവ് തന്നെയാവുന്നു. യേശു ഹല്ലേലൂയ അവിടെ ദുഷ്ടം കൊണ്ടുവരുന്നത് യേശു ഹല്ലേലൂയ കൊണ്ടുവരുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ തന്നെയാവുന്നു. യേശു ഹല്ലേലൂയ അല്ലാതെ ഹല്ലേലൂയ കർത്താവ് നമുക്ക് കഷ്ടമോ സങ്കടമോ ഒന്നും ഹല്ലേലൂയ തരുന്നില്ല. യേശു ഹല്ലേലൂയ ആ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന
പറഞ്ഞുവെങ്കിൽ യേശുവെ ഹാലേലിയ നമ്മൾ ആ സത്യം അറിഞ്ഞിരിക്കണം. യേശുവെ ഹാലേലിയ, ആ യേശുവെ ഹാലേലിയ, അവനെ നിമിഷം യേശുവെ ഹാലേലിയ ആ കർത്താവിന്റെ വഴിക്ക് നടന്ന യേശുവെ ഹാലേലിയ, ആ വെളിച്ചത്തിലേക്ക് നടന്ന യേശുവെ ഹാലേലിയ, ആ വിശുദ്ധിയിലേക്ക് ഹാലേലിയ നമ്മൾ കടന്നു വരേണ്ടതാകുന്നു. യേശുവെ ഹാലേലിയ, യേശുവെ ഹാലേലിയ. ഇവിടെ ഹാലേലിയ സങ്കീർത്തനങ്ങൾ ഹാലേലിയ യേശുവെ സങ്കീർത്തനം 1 യേശുവെ ഹാലേലിയ 1 മുതൽ പറയുമ്പോൾ ഹാലേലിയ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇവിടെ പറയുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും യേശുവെ ഹാലേലിയ, യേശുവെ ഹാലേലിയ. അപ്പോ ഹാലേലിയ ഇവിടെ പറയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം. യേശുവെ ഹാലേലിയ, നമ്മൾ ഏത് വഴിക്കാവുന്നു നടക്കുന്നത് എന്നുള്ളത് യേശുവെ ഹാലേലിയ നമ്മൾ കർത്താവിന്റെ യേശുവിന്റെ ആലോചന പ്രകാരമാണോ യേശുവെ ഹാലേലിയ, അതോ ദുഷ്ടന്റെ ആലോചന പ്രകാരമാണോ യേശുവെ ഹാലേലിയ നമ്മൾ നടക്കുന്നത് എന്ന് ഹാലേലിയ നമ്മൾ തന്നെ യേശുവെ ഹാലേലിയ, യേശു നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? യേശുവെ ഹാലേലിയ, ദുഷ്ടനാണോ പ്രവർത്തിക്കുന്നത് യേശുവെ ഹാലേലിയ, അതോ യേശുവാണോ നമ്മളെ ഹാലേലിയ പ്രവർത്തിക്കുന്നത് എന്ന് ഹാലേലിയ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി യേശുവെ ഹാലേലിയ ഇവിടെ പറയുന്നു. യേശുവെ ഹാലേലിയ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും യേശുവെ ഹാലേലിയ നമ്മളെ എപ്പോഴും യേശുവെ ഹാലേലിയ ആ പാപത്തിലേക്ക് ഹാലേലിയ യേശു ദുഷ്ടൻ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. യേശുവെ ഹാലേലിയ അത്രത്തോളം യേശുവെ ഹാലേലിയ ആ ഒരു വഴി നടത്തുമ്പോഴും ഞാനാവുന്ന വഴിയും സത്യവും ജീവനും എന്നൊക്കെ പറഞ്ഞ് ഹാലേലിയ കർത്താവ് നമ്മൾ വഴി നടത്തുമ്പോൾ യേശുവെ ഹാലേലിയ നമുക്ക് അവങ്കിലേക്കൊന്ന് തിരിഞ്ഞ യേശു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി യേശുവെ ഹാലേലിയ നമുക്കൊരു വഴി നമുക്ക് കർത്താവ് കാണിച്ചു തരുന്നു. യേശുവെ ഹാലേലിയ അത് എന്തിനു വേണ്ടിയാവുന്നു? യേശുവെ ഹാലേലിയ ആ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഹാലേലിയ വിട്ടു മാറി യേശുവെ ഹാലേലിയ ആ പാപികളുടെ വഴിയിൽ നിന്ന് മാറി യേശുവെ ഹാലേലിയ പരിഹാസികൾ ഇരുപതി ഇരിക്കാതെയും യേശുവെ ഹാലേലിയ പുറമേയുള്ള പരിഹാസിയൊന്നുമല്ല യേശുവെ ഹാലേലിയ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിഹാസി തന്നെ യേശുവെ ഹാലേലിയ ആ കർത്താവിലേക്ക് അടുപ്പിക്കാതെ യേശുവെ ഹാലേലിയ ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാതെ യേശുവെ ഹാലേലിയ പ്രവർത്തിക്കുന്ന ആ ദുഷ്ടം പ്രവർത്തിക്കുന്ന കാര്യമാണെന്ന് ഇവിടെ പറയുന്നത് യേശുവെ ഹാലേലിയ. അപ്പൊ ആ പരിഹാസിയുടെ ആ ദുഷ്ടന്റെ ഇരുപ്രതി ഇരിക്കാതെയും ഹാലേലിയ വീണ്ടും പറയുന്നു യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യേശുവെ ഹാലേലിയ. അപ്പോ യേശുവെ ഹാലേലിയ അപ്പോ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ആ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട് യേശുവെ ഹാലേലിയ കർത്താവിന് കീഴടങ്ങി യേശുവെ ഹാലേലിയ നിന്ന് യേശുവെ ഹാലേലിയ ആ ഒരു ഹാലേലിയ അവിടെ പറയുന്ന കാര്യത്തിൽ സന്തോഷിച്ച് യേശുവെ ഹാലേലിയ അവിടെ മുഖമാടി പോകാനല്ല യേശുവെ ഹാലേലിയ ആ മുഖമാട്ടം കൊണ്ടുവരുന്നത് ആരാവുന്നു? അല്ലെങ്കിൽ ഹാലേലിയ നമ്മളൊരു കാര്യം പറയുമ്പോൾ കോപം കൊണ്ടുവരുന്നത് ആരാവുന്നു? യേശുവെ ഹാലേലിയ അത് ദുഷ്ടനാവുന്നു. യേശുവെ ഹാലേലിയ മറിച്ച് യേശു കർത്താവ് പറയുന്ന കാര്യങ്ങളിൽ ഹാലേലിയ സന്തോഷത്തോടെ ഏറ്റെടുത്ത് യേശു ഹാലേലിയ അവന്റെ ന്യായപ്രമാണത്തെ രാപ്പവൻ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. യേശു ഹാലേലിയ അപ്പോൾ നമ്മളോട് കർത്താവ് എന്ത് പറയുന്നു? യേശു ഹാലേലിയ അതൊക്കെയും യേശു ഹാലേലിയ നമ്മുടെ മുന്നോട്ടുള്ള യേശു ഹാലേലിയ നമ്മുടെ യാത്രയിൽ യേശു ഹാലേലിയ നമുക്ക് യേശു ഹാലേലിയ കർത്താവ് പകരുന്ന വെളിച്ചമാകുന്നുവെന്ന് ഹാലേലിയ മനസ്സിലാക്കി നമ്മളെ ഓരോരുത്തരെയും ഹാലേലിയ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒരു വഴിയാവുന്നു എന്ന് മനസ്സിലാക്കി യേശു ഹാലേലിയ യേശു ആ ഒരു കൽപ്പനയിൽ കർത്താവിന് കീഴ്പ്പെട്ട് യേശുവെ ഹാലേലിയ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഹാലേലിയ കർത്താവ് നമ്മോട് പറയുന്ന യേശുവെ ഹാലേലിയ. അപ്പൊ അവൻ എങ്ങനെയിരിക്കും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല പാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഹാലേലിയ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും യേശുവെ ഹാലേലിയ. അപ്പോ യേശു നമ്മൾ ഹാലേലിയ ചെയ്യുന്നതൊന്നും ഇന്ന് സാധിക്കുന്നില്ലെങ്കിൽ യേശുവെ ഹാലേലിയ അപ്പോ ഹാലേലിയ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല യേശുവെ ഹാലേലിയ. അപ്പൊ നമ്മളിൽ നല്ലൊരു ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ യേശുവെ ഹാലേലിയ ഇന്ന് കർത്താവിന്റെ ഒരു ആത്മാവ് നമ്മളിൽ വളരുന്നില്ല യേശു ഹാലേലിയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ഹാലേലിയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു യേശു ഹാലേലിയ. ആ ആത്മാവിനെ വളർത്തിയെടുക്കേണ്ടത് യേശു ഹാലേലിയ നമ്മൾ അനുനിമിഷം ആ വെളിച്ചത്തിലേക്ക് കടന്ന് കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി യേശു ഹാലേലിയ ആ ശുദ്ധീകരണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഹാലേലിയ നമുക്ക് ആ നല്ലൊരു ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റുകയുള്ളൂ യേശുവെ ഹാലേലിയ. അപ്പോൾ ഇവിടെ പറയുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. നമുക്കറിയാം ആറ്റരികത്ത് ഹാലേലിയ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാവും യേശു ഹാലേലിയ. വെള്ളമുണ്ട് യേശു ഹാലേലിയ അവിടെ നല്ല ഫലം കായ്ക്കും യേശു ഹാലേലിയ എന്ന് പറഞ്ഞതുപോലെ യേശു ഹാലേലിയ നമ്മളെയും യേശു ഹാലേലിയ കർത്താവിന്റെ സന്നിധിയിൽ ഹാലേലിയ ഇന്ന് കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ യേശു ഹാലേലിയ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി യേശു ഹാലേലിയ യേശു വീണ്ടും വീണ്ടും ശൂന്യതയിലേക്ക് ഇറങ്ങി പോകുവാനല്ല യേശു ഹാലേലിയ ഇരുളിലേക്ക് പോകുവാനല്ല യേശു ഹാലേലിയ കർത്താവ്
നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശുവേ ഹല്ലേലൂയ, നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി, നമ്മുടെ ജഡത്തിനായ പ്രവൃത്തികളൊക്കെ നീക്കി വെച്ച് യേശു ഹല്ലേലൂയ, നമുക്കറിയാം നമ്മളത് ഹല്ലേലൂയ അത് നമ്മുടെ മരണത്തിലേക്കാവുന്നു ജഡത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടുപോകുന്നത് എങ്കിൽ യേശു ഹല്ലേലൂയ നമ്മൾ ആത്മാവിന്റെ ഫലം യേശു ഹല്ലേലൂയ പുറപ്പെടുവിക്കുന്ന മക്കളായി അനുനിമിഷം യേശു ഹല്ലേലൂയ ആയി തീരണമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ജീവൻ ഹല്ലേലൂയ ഭോഷ്ക് പറയുന്നു അവൻ സത്യം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. യേശു ഹല്ലേലൂയ 1 യോഹന്നാൻ 1:6 ഹല്ലേലൂയ യേശു അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവൻ ഹല്ലേലൂയ ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. യേശുവേ ഹല്ലേലൂയ. ഇന്ന് യേശു നമ്മൾ സത്യം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അസത്യമാവുന്ന കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഇന്നും നമ്മളിൽ ഇരുള് കിടക്കുന്നു. യേശു ഹല്ലേലൂയ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ യേശു ഹല്ലേലൂയ അവന്റെ സന്നിധിയിൽ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്കിലും യേശു ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. യേശു ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ഏത് വഴിക്കാവുന്നു പോകുന്നത്? യേശു ഹല്ലേലൂയ കർത്താവിന്റെ ആലോചന പ്രകാരമാണോ? യേശു ഹല്ലേലൂയ അതോ ദുഷ്ടന്റെ ആലോചന പ്രകാരമാണോ? യേശു ഹല്ലേലൂയ നമ്മൾ വഴി നടക്കുന്നത് എന്ന് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. യേശു ഹല്ലേലൂയ അപ്പൊ അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ പറ്റുകയില്ല. യേശു ഹല്ലേലൂയ ആ യേശുവിന്റെ നാമത്തിന് അവസാനമേറ്റു എന്ന് പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നില്ല. യേശു ഹല്ലേലൂയ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് യേശു ഹല്ലേലൂയ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണം തന്നെയാവുന്നു. യേശു ഹല്ലേലൂയ അപ്പോൾ ആ ശുദ്ധീകരണം പ്രാപിക്കാതെ യേശു ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും ആ ജീവനിലേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ പറ്റുകയില്ല. യേശു ഹല്ലേലൂയ ആ ഒരു സത്യം മനസ്സിലാക്കി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശു ഹല്ലേലൂയ അപ്പൊ ആ ഒരു സത്യം യേശു ഹല്ലേലൂയ നമുക്ക് ആ ശുദ്ധീകരണം യേശു ഹല്ലേലൂയ അല്ലാതെ ആ ദൈവരാജ്യം കാണാൻ പറ്റുകയില്ല. അല്ലാതെ യേശു ഹല്ലേലൂയ നമ്മളെ വചനം പ്രഘോഷിച്ചത് കൊണ്ടോ യേശു ഹല്ലേലൂയ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉപവാസം എടുത്തത് കൊണ്ടോ ഒന്നും യേശു ഹല്ലേലൂയ നമ്മൾ ആ ജീവനിലേക്ക് കടക്കുന്നില്ല. അതൊക്കെയും ഹല്ലേലൂയ നമ്മളെ കർത്താവിലേക്ക് നടുപ്പിക്കാനുള്ള ഒരു വഴിയാവുന്നു. യേശു ഹല്ലേലൂയ ആ വെളിച്ചത്തിലേക്ക് നടുക്കാനുള്ള ഒരു വഴിയാവുന്നു ഈ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം. യേശു ഹല്ലേലൂയ അതിനിമിഷം ആ ശുദ്ധീകരണം പ്രാപിക്കുന്ന അവസ്ഥ. അപ്പൊ ആ യേശു നമുക്ക് ഹല്ലേലൂയ ആ യേശു ഹല്ലേലൂയ ദുഷ്ടനെ അനുനിമിഷം കീഴ്പ്പെടുത്തി ഹല്ലേലൂയ നമുക്ക് നന്മ തരികയില്ലാത്ത യേശു ഹല്ലേലൂയ സമാധാനം തരികയില്ലാത്ത മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ അസൂയ തോന്നുന്ന യേശു അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിൽ വെളിപ്പെട്ട് വരുന്ന അവസ്ഥകളുണ്ട്. യേശു ഹല്ലേലൂയ അതൊക്കെയും യേശു ഹല്ലേലൂയ ദുഷ്ടൻ നമ്മളിൽ പ്രവർത്തിച്ച് ഹല്ലേലൂയ നമ്മളിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാവുന്നു. യേശു ഹല്ലേലൂയ അതൊക്കെയും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മൾ ഈ ദൈവരാജ്യത്തിൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ വചനം യേശു ഹല്ലേലൂയ പ്രഘോഷിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് കൊണ്ട് യേശു ഹല്ലേലൂയ നമുക്കൊരു ഫലം യേശു കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു ഫലം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വിഷം പോലെ ഹല്ലേലൂയ അത് ഫലപുഷ്ടിയുള്ള ഒരു ഫലം ഹല്ലേലൂയ കായ്ക്കുന്നത് അങ്ങനെയാവുന്നു. യേശു ഹല്ലേലൂയ അല്ലാത്ത പക്ഷം യേശു ഹല്ലേലൂയ അത് ഫലം കായ്ക്കാതെ യേശു ഹല്ലേലൂയ സൂര്യനിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. യേശുവേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ യേശുവേ മീഖ 7:8 പറയുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. യേശു ഹല്ലേലൂയ. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമാകുന്നു. യേശു ഹല്ലേലൂയ. നമ്മുടെ ഏതൊരു അവസ്ഥയും ആയിക്കോട്ടെ യേശു ഹല്ലേലൂയ, ഇരുട്ടായിക്കോട്ടെ യേശു ഹല്ലേലൂയ, നമുക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ, നമുക്കൊരു രോഗം ആയിക്കോട്ടെ യേശു ഹല്ലേലൂയ. അപ്പൊ കർത്താവിലേക്ക് അടുത്ത് ചെല്ലുവാണെങ്കിൽ ഇതിനെല്ലാം വിടുതലുണ്ട്. യേശു ഹല്ലേലൂയ. നമ്മളോട് കർത്താവ് പറഞ്ഞതുപോലെ വചനം അയച്ച് ആ രോഗം സൗഖ്യം തരുന്ന അവസ്ഥകൾ യേശുവേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ അവസ്ഥകൾക്കും യേശു ഹല്ലേലൂയ മറുപടി തരുവാൻ യേശു ഹല്ലേലൂയ കർത്താവ് നമ്മുടെ യേശു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. യേശു ഹല്ലേലൂയ. അപ്പോൾ യേശു ഞാനോ യഹോവയിലേക്ക് നോക്കും. അപ്പോൾ ഏതൊരു അവസ്ഥയും ആയിക്കോട്ടെ, കഷ്ടമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ യേശു ഹല്ലേലൂയ ആ ഏതൊരു അവസ്ഥയിലും യേശു ഹല്ലേലൂയ ആ കർത്താവിലേക്ക് നോക്കി യേശു ഹല്ലേലൂയ നമ്മളെ വഴി നടത്തിയ കർത്താവിലേക്ക്, നമ്മളെ ശൂന്യതയിൽ നിന്ന് യേശു ഹല്ലേലൂയ പിടിച്ചെടുത്ത കർത്താവിലേക്ക് ഹല്ലേലൂയ ഒരു നിമിഷം നോക്കുകയാണെങ്കിൽ യേശു ഹല്ലേലൂയ അവിടെ വിടുതൽ ഉണ്ട്. യേശു ഹല്ലേലൂയ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. യേശുവേ ഹല്ലേലൂയ. അപ്പോൾ യേശു ഹല്ലേലൂയ. അപ്പോൾ യേശു ഹല്ലേലൂയ. അപ്പോൾ അനുനിമിഷം യേശു ഹല്ലേലൂയ നമുക്ക് പുതുക്കം പ്രാപിച്ചു അല്ലെ? യേശു ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി യേശു ഹല്ലേലൂയ നമുക്ക് അനുനിമിഷം ഹല്ലേലൂയ വഴി നടക്കേണ്ടതുണ്ട്. യേശു ഹല്ലേലൂയ ആ വഴിയിൽ നിന്ന് മാറി
മാറിപ്പോകാതെ നമ്മൾ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് മനസ്സിലാക്കി യേശു ഹല്ലേലൂയ നമ്മൾ കർത്താവിലേക്ക് അടുത്ത് ചെന്ന് യേശു ഹല്ലേലൂയ യേശു ഹല്ലേലൂയ സകലതും സാധ്യമാക്കി തരുന്ന ദൈവം, യേശു ഹല്ലേലൂയ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം യേശു ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇന്നുണ്ട്. യേശു ഹല്ലേലൂയ അപ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറ്റുവാൻ കർത്താവ് അടുത്ത് വരുന്നു. യേശു ഹല്ലേലൂയ നമ്മൾ സന്തോഷത്തോടെ യേശു ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പനകളെ പാലിച്ച് അനുസരിച്ച് യേശു ഹല്ലേലൂയ നമുക്ക് കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് ആയിത്തീരാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.